ഹായ് മക്കളെ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ ഈവനിങ് ഫുഡ് ഉണ്ടാക്കുന്നത്, അതായത് രാത്രി ഭക്ഷണം ഉണ്ടാക്കുന്നത് ഞാൻ ഗോതമ്പ് ദോശയാണ് കേട്ടോ. ഗോതമ്പ് ദോശയ്ക്ക് ഞാൻ റേഷൻ കടയിൽ നിന്ന് ഒരു പാക്കറ്റ് മാവ് കിട്ടിയിട്ടുണ്ട്. അതിലോട്ട് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് പൊടി ഇട്ടിട്ട് മിക്സാക്കി വെച്ചിരിക്കണേ. ഇനി ഇതിലോട്ട് ഞാൻ എന്ത് ചെയ്യുകയോ, ഈ മുരിങ്ങയുടെ ഇലയില്ലേ, ഇതങ്ങോട്ട് അതിൽ ഊരിയിടും. എന്നിട്ട് എല്ലാം കൂടി മിക്സാക്കിയിട്ട് ദോശ ഇട്ടാണ്ടല്ലോ, എൻ്റെ പൊന്നെ, അതിലൊരു ചമ്മന്തി ഒരു രക്ഷയില്ല, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് കാണാം കേട്ടോ വീഡിയോ. ഞാനിത് ഊരി അതിലിടാൻ പോവാണ്. ഓക്കെ. അപ്പം മക്കളെ, ഞാൻ മുരിങ്ങ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കൈ കൊണ്ടാണ്, സ്പൂണും കരണ്ടിയൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. കൈ കൊണ്ട് നന്നായിട്ട് യോജിപ്പിക്കണം. ഓക്കെ, നമ്മൾ കൈ കൊണ്ട് യോജിപ്പിച്ചാൽ കിട്ടില്ല, ഇത് നന്നായിട്ട് യോജിപ്പിക്കണം. ഓക്കെ, ഒന്നുമില്ല, ഗോതമ്പ് മാവ് അതിൽ വെള്ളമൊഴിക്കുക, ഉപ്പിടുക, എന്നിട്ട് മുരിങ്ങ ഊരി അതിലിട്ടിട്ട് യോജിപ്പിക്കുക. ഓക്കെ, നന്നായി യോജിപ്പിച്ച് കുറച്ച് നേരം വെച്ചിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് സാധാ ദോശ പോലെ ചുട്ടിട്ടെടുക്കുക. ഇത് ചമ്മന്തി നല്ല എരിവോട് കൂടിയിട്ടുള്ള ചമ്മന്തി വേണം. പച്ചമുളകോ ചുവന്ന മുളകോ ഏത് വേണമെങ്കിൽ ഉപയോഗിക്കാം. ദോശ ഉണ്ടാക്കി ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ മക്കളെ, മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഗോതമ്പ് മാവ്. ഓക്കെ, മിക്സാക്കി വെച്ച ഗോതമ്പ് മാവാണ് ദോശയ്ക്കുള്ളത്. ഹലോ മക്കളെ, അപ്പോൾ ഞാൻ ദോശയ്ക്ക്, ഗോതമ്പ് ദോശയ്ക്കുള്ള ചമ്മന്തിക്ക് ഞാൻ എന്താണെന്നറിയാം എടുക്കുന്നത്. വലിയ ഉള്ളി, ചുവന്ന മുളകും ഉപ്പും പിന്നെ വെളിച്ചെണ്ണ ഉണ്ട്, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. ഓക്കെ, ഇതാണ് ഞാൻ ചമ്മന്തി. ഈ ചുവന്ന മുളകിൻ്റെ പകരം നമുക്ക് വേണമെങ്കിൽ ചെണ്ടികളെ, അപ്പോൾ ഞാൻ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. മുളക് ചമ്മന്തി. ഈ മുളകിൻ്റെ പകരം പച്ചമുളക് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാം. ടേസ്റ്റ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്. അപ്പോൾ മക്കളെ, കല്ല് നന്നായി ചൂടായിട്ടുണ്ട്. നമ്മളപ്പോൾ ദോശമാവ് ഒഴിക്കുന്നു. ഓക്കെ, മുരിങ്ങ ഇലയിട്ട ദോശമാവ് ഒരുപാട് വെട്ടമൊന്നും വേണ്ട കേട്ടോ. കറക്റ്റ് അളവിൽ അങ്ങോട്ട് ചുട്ടാൽ മതി. ഇതിങ്ങനെ ഇട്ട ശേഷം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലത്. നെയ്യ് വേണ്ട, വെളിച്ചെണ്ണ മതി കേട്ടോ. വെളിച്ചെണ്ണ ടേസ്റ്റ് ഉണ്ടാകുക. ഈ ഗോതമ്പ് ദോശയ്ക്ക് വെളിച്ചെണ്ണ മതി കേട്ടോ. നമ്മുടെ പാലക്കാട്ടിലെ ഞങ്ങൾ വാഴയുടെ കണയുണ്ടല്ലോ, അത് വെട്ടിയിട്ടാണ് ഇങ്ങനെ ആക്കാറ് കേട്ടോ. ഓക്കെ. ഹായ് മക്കളെ, അപ്പോൾ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ മറിച്ചിടുന്നു. ഓക്കെ, ഇനി നമ്മൾക്ക് ഇതിലൊരു പൊട്ട് നമുക്ക് എണ്ണ തൂക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഓക്കെ, ഗോതമ്പ് ദോശ. ഹായ് മക്കളെ, അപ്പം നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്. ഇതിന് മറിച്ചെടുക്കുന്നു. ഓക്കെ, നല്ല സ്വാദിഷ്ടമായ ഗോതമ്പ് ദോശ, നല്ല ടേസ്റ്റാട്ടോ. ഇത് ഉണ്ടാക്കി കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നുന്നു. ഓക്കെ, മൊരിഞ്ഞിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ദോശ റെഡി കേട്ടോ. ഞാൻ കഴിക്കാൻ പോണേ. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഈ ചമ്മന്തിയിൽ ആഡ് ചെയ്യുക. ഇതേ നല്ല ടേസ്റ്റാട്ടോ. ഓക്കെ, ഭയങ്കര ടേസ്റ്റാണ്. കട്ട് ചെയ്യാം, ചമ്മന്തി ആഡ് ചെയ്യാം.